നമസ്കാരം. പ്രവാസ ലോകത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ്. ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ദുബൈയിൽ നിർമ്മാണത്തിൽ ഇരുന്ന 2 പ്രധാന മേൽപ്പാലങ്ങൾ കൂടി റോഡ് ഗതാഗത അതോറിറ്റി തുറന്നുകൊടുത്തു. ഗാൻ അൽ സബ്ഖ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ജംഗ്ഷൻ നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2 പാലങ്ങൾ നിർമ്മിച്ചത്. 2 വരിയുള്ള പാലങ്ങളാണ് പണി പൂർത്തിയാക്കിയത്. ആദ്യ പാലത്തിന് 601 മീറ്റർ നീളവും രണ്ടാമത്തെ പാലത്തിന് 664 മീറ്ററുമാണ് നീളം. റിയാദിൽ സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതിനും തയ്ക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിച്ച കടകളിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 3000-ഓളം സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും പിടികൂടി. റിയാദ് മേഖലയിൽ സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതും തുന്നുന്നതും നിരീക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സമിതിയാണ് ഇത്രയും സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും പിടികൂടിയത്. ലൈസൻസ് ഇല്ലാതെ സൈനിക വസ്ത്രങ്ങൾ തുന്നിയ 6 അനധികൃത കടകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. നബിദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരിയുടെ കാരുണ്യത്തിൽ തടവുകാർ മോചിതരായി. 175 തടവുകാർക്കാണ് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മാപ്പ് നൽകിയിരിക്കുന്നത്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആണ് ഇത്രയും പേർ മോചിതരായത്. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുടെ പ്രഥമ കാനഡ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തറും കാനഡയും തമ്മിലെ നയതന്ത്ര സൗഹൃദം അരനൂറ്റാണ്ട് പൂർത്തിയായ അതേ വർഷത്തിലാണ് ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി അമീർ ഒട്ടാവയിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽഥാനി ഉൾപ്പെടെ ഉന്നത മന്ത്രി ഉദ്യോഗസ്ഥതല സംഘവും അമീറിനെ അനുഗമിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്പനിയായ പോളിമാറ്റക് 16 ദശലക്ഷം അമേരിക്കൻ ഡോളർ ബഹ്റിനിൽ നിക്ഷേപം നടത്താൻ ധാരണയായി. സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റിൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് എക്സിക്യൂട്ടീവുമായ നൂർ ബിന്ത് അലി അൽ ഖുലൈഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചെന്നൈ സന്ദർശന വേളയിലാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത്. മലയാളി യുവാവ് ഷാർജയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കണ്ണൂർ ചാലോട് സ്വദേശി ജയൻ കോട്ടത്ത് ആണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. UAE-യിലെ അറിയപ്പെടുന്ന ഗായിക ഹർഷ ചന്ദ്രൻ ഭാര്യ. ഉന്നത വിദ്യാഭ്യാസത്തിനായി UK-യിൽ എത്തുന്ന മലയാളി ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും ഏജന്റുമാരുടെ തട്ടിപ്പിന് ഇരയായി ചെറിയ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്ന് മലയാളി കൂടിയായ കാംബ്രിഡ്ജ് മേയർ ബൈജു വർക്കി തിട്ടാല പറഞ്ഞു. വിദ്യാഭ്യാസത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും വേണ്ടത്ര പരിശോധനയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്നതിനാലാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ മലയാളി വനിത മത്സരിക്കുന്നു. കോർക്ക് യൂണിവേഴ്സിറ്റി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജാനറ്റ് ബേബി ജോസഫാണ് സംഘടനയിലേക്ക് മത്സരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നെബ്രാസ്ക കോൺഗ്രഷണൽ 2ാം ഡിസ്ട്രിക്റ്റിലാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇലക്ട്രൽ വോട്ടാണ് ഉള്ളത്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ ട്രംപും 2020-ൽ ബൈഡനുമാണ് ഇവിടെ ജയിച്ചത്. ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയായി മലയാളി ജിൻസൺ ആൻഡോ ചാൾസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഡാർവിനിലെ ഗവൺമെന്റ് ഹൗസിൽ ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ നോർത്തേൺ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റർ ഹ്യൂ ഹെഗ്ഗി മുൻപാകെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്.